നിലമ്പൂർ വിജയത്തിൽ വാണവരും വീണവരും. പി അൻവർ എന്ന കഥയില്ലാത്തവന്റെ മണ്ടത്തരം കൊണ്ടുണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഉണ്ടായതെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതെങ്കിലും വ്യക്തികൾക്ക് നിർണായകമായിരുന്നു എങ്കിൽ അത് വി സതീശനും ശശി തരൂരിനും പിന്നെ പി അൻവറിനുമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വി സതീശന്റെ കാര്യം എടുക്കാം. നിലമ്പൂരിൽ വി സതീശൻ എടുത്ത നിലപാട് പോലെ അടുത്ത കാലത്ത് മറ്റൊരു കോൺഗ്രസ് നേതാവും ഒരു നിലപാടും എടുത്തിട്ടുണ്ടാവില്ല. പി അൻവറിന് മുന്നിൽ മുട്ടുമടക്കാനില്ലെന്ന സതീശന്റെ നിലപാടിന് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ കയ്യടിയും ഗംഭീരമായിരുന്നു. പക്ഷേ ഈ നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്രകാരം ഒരു സാഹസം കാട്ടണോ? അൻവറയും കൂടെ കൂട്ടിയാൽ നമുക്കെന്താണ് ഛേദം എന്ന് ചോദിച്ചത് മറ്റാരുമല്ല, കുറുക്കൻ വേണുഗോപാലും ഉസ്മാൻ രമേശനുമായിരുന്നു. ഒരുപക്ഷെ തങ്ങളും ഈ പരിസരത്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കുവാനും അങ്ങനെ സതീശന്റെ സ്വരം മാത്രം കേട്ടാൽ പോരാ എന്ന ചിന്താഗതിയിലുമായിരിക്കണം അവർ ഇപ്രകാരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. വി സതീശന്റെ ആ നിലപാടിൽ എങ്ങനെയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് കടക്കുക എന്നതിലുപരി ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുതലും ആശങ്കയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിലമ്പൂരിലെങ്ങാനും ഒരു തിരിച്ചടി കിട്ടിയിരുന്നുവെങ്കിൽ തോൽക്കണമെന്നില്ല. ഭൂരിപക്ഷം 5000-ൽ താഴെ പോയിരുന്നുവെങ്കിൽ മറ്റൊരു അഭയസ്ഥാനം തേടി സതീശനും അലയേണ്ടി വന്നേനെ. ആരെങ്കിലും കൂടെ കാണുമായിരുന്നോ? നിലപാടിന് കിട്ടിയ കയ്യടി ആക്രോശമായി മാറുവാൻ പിന്നെ അധികം നേരം വേണ്ടിവരുമായിരുന്നില്ല. കോൺഗ്രസിനുള്ളിലും സഖ്യകക്ഷികളിലും സതീശനെതിരെ പടപ്പുറപ്പാട് ഉണ്ടായേനെ. സതീശ, തിരഞ്ഞെടുപ്പുകളിൽ കടുംപിടുത്തവും വാശിയുമല്ല, വിട്ടുവീഴ്ചകളും അനുരഞ്ജനങ്ങളുമാണ് വേണ്ടതെന്ന് പറയുവാൻ ഒരുപാട് ആളുകൾ വന്നേനെ. ലീഗ് ഉറപ്പായും UDF-ൽ ഒരു നേതൃമാറ്റം ആവശ്യപ്പെട്ടേനെ. ഒരിക്കൽ കൂടി ഭരണം കിട്ടാതെ പോകുന്നതിനെ കുറിച്ച് ലീഗിന് ആലോചിക്കുവാൻ പോലും ആവില്ല. NSS-ഉം SNDP-യും ഒരുപോലെ സതീശനെതിരെ കൈകോർത്തേനെ. ഡൽഹി നായരെ താക്കോൽ സ്ഥാനത്ത് പ്രതീക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയുവാൻ കാരണം ഇതാണെന്ന് പെരുന്നയിൽ നിന്നും പെരുന്നാപ്പോപ്പിന്റെ അശരീരി ഉയർന്നേനെ. കണിച്ചുകുളങ്ങര കുരുവിനും ഡൽഹി നായരോട് ഒട്ടും അസംതൃപ്തി ഉണ്ടാവില്ല. ഇവിടെയാണ് നിലമ്പൂർ ശശി തരൂരിനും വി സതീശനും ഒരുപോലെ നിർണായകമാകുന്നത്. നിലവിൽ കോൺഗ്രസിൽ തരൂരിന് യാതൊരു ഭാവിയുമില്ല എന്ന് ഏത് സണ്ണിക്കുട്ടന്മാർക്കും അറിയാം. കേന്ദ്രം ഭരിക്കുന്ന BJP തരൂരിന്റെ പിറകെയാണെങ്കിലും കോൺഗ്രസിന് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന ഒരു തോന്നൽ പോലുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കുവാൻ കഴിവുള്ളവരുടെ പേര് വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിദൂരദൃഷ്ടിയിൽ പോലും തരൂർ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പോട്ടെ, നിലമ്പൂരിലേക്ക് തരൂർ വരണമെന്ന് പറയുവാൻ ഒരാൾ പോലും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. തരൂരിന് അടുപ്പമുള്ള ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി പോലും തരൂരിനോട് നിലമ്പൂരിലേക്ക് വരണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ശശി തരൂർ എന്ന വിശ്വപൗരൻ പ്രചരണത്തിനിറങ്ങാതെ പോയ സമീപകാലത്തെ ആദ്യ ഉപതെരഞ്ഞെടുപ്പായി മാറി നിലമ്പൂർ. തരൂരിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സർവാത്മ പിന്തുണയും ഈ നീക്കത്തിൽ വി സതീശന് ഉണ്ടായിരുന്നിരിക്കണം. നിലമ്പൂരിൽ പ്രചരണത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധി പോലും നമ്മുടെ തരൂർജി എവിടെ എന്ന് ചോദിച്ചതായി കേട്ടില്ല. തരൂരില്ലാതെ നിലമ്പൂർ പിടിക്കാനായാൽ പിന്നെ കേരളത്തിൽ ഒരിടത്തും തരൂർ വേണ്ടെന്ന് പറയുവാൻ തരൂർ വിരുദ്ധർക്ക് ഇനി യാതൊരു മടിയും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിൽ ഷൗക്കത്തിന്റെ വിജയത്തിൽ യാതൊരു ക്രെഡിറ്റും കിട്ടാതെ പോയ നിർഭാഗ്യവാനായ ഒരേ ഒരു കോൺഗ്രസ് നേതാവ് നമ്മുടെ തിരുവനന്തപുരം MP ശ്രീമാൻ ശശി തരൂരായിരിക്കും. എന്നാൽ സതീശന്റെ കഷ്ടകാലത്തിന് സ്വരജങ്ങാനം ജയിച്ച് കയറിയിരുന്നുവെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ഗ്രാഫ് തരൂരിന്റെ ആയേനെ. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ മുൻനിരയിൽ തരൂർ വേണമെന്ന് പറയുവാൻ ലീഗിന് ഇതൊരു സുവർണാവസരമായേനെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിലെ മറ്റാരേക്കായാലും വി സതീശനും ശശി തരൂരിനും നിർണായകമായിരുന്നു എന്ന്. താൻ BJP-യിലേക്കില്ല എന്ന് ശശി തരൂർ തന്നെ പറയുവാൻ കാരണം പോയവരുടെ അവസ്ഥ എന്തായി എന്നതാണ്. BJP-ക്കാർ നല്ല മൂല്യമുള്ള ചിത്രങ്ങൾ എന്ത് വില കൊടുത്തും എങ്ങനെയും അവർ സ്വന്തമാക്കും. പക്ഷേ ഒരിക്കലും അവർ അത് ചുമരിൽ തൂക്കില്ല. അൻവറിന്റെ സഹായമില്ലാതെ തന്നെ UDF നിലമ്പൂരിൽ ഉജ്ജ്വല വിജയം നേടിയതോടെ UDF-ൽ വി സതീശന്റെ നില കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് നിസ്സംശയം പറയാം. ഇതുവരെ ഉസ്മാൻ രമേശിന്റെയും സരിതാ വേണുഗോപാലിന്റെയും ഒപ്പം നിന്നവർ പോലും പരസ്യമായി വി സതീശന്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇതോടെ വരുന്ന വർഷം നടക്കുവാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് സതീശനെ തടയുവാൻ
ഇനി KC വേണുഗോപാലിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. ഏതാണ്ട് വെല്ലുവിളി ഉയർത്തി നിന്ന ശശി തരൂർ സ്വയം കുഴി തോണ്ടി അതിൽ ഇറങ്ങിക്കിടന്നിട്ട് സ്വയം മണ്ണിട്ട് മൂടി അത് മൂക്കറ്റം വരെയായി. ശശി തരൂരിനെ അടുത്തറിയാവുന്നവർ അദ്ദേഹത്തെ വിളിക്കുന്നത് കീൻ സ്റ്റുപ്പിഡ് എന്നാണ്. വലിയ ബുദ്ധിമാനായി നിന്ന് പ്രവർത്തിക്കും, എന്നാൽ നിർണായക ഘട്ടമെത്തുമ്പോൾ വെറും സ്റ്റുപ്പിഡിറ്റി കാണിക്കും. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫഷനിലും നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പക്ഷേ അദ്ദേഹം എങ്ങനെയെങ്കിലും തകർന്നു പോകാതെ പൊങ്ങി വരികയും ചെയ്യും. ഇപ്പോൾ കണ്ടോ, ആവശ്യത്തിലധികം മോദി സ്തുതി, നേതൃത്വത്തെ തെറിപറച്ചിൽ ഒക്കെയായി നടക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നിർണായകമായ ആ സമയത്ത് എന്നെ ആരും നിലമ്പൂരിലേക്ക് വിളിച്ചിട്ടില്ല, ഒരു മിസ്ഡ് കോൾ പോലും ഇട്ടില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി. ഇതൊന്നും പാർട്ടിയെ ചില്ലറയൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. തരൂരിൻ്റെ കഴിവിനെയും എല്ലാം ഞങ്ങൾ വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് i2i ന്യൂസ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു മുന്നണിയിൽ നിന്ന് കാണിക്കുന്നത് ഒരു കീൻ സ്റ്റുപ്പിഡിൻ്റെ പ്രവൃത്തികളാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ സാധിക്കില്ല. തരൂർ ഒരിക്കലും 2 വള്ളത്തിൽ കാലുവെച്ച് യാത്ര ചെയ്യരുത്. വിശ്വപൗരനാണെങ്കിലും കവ കീറിപ്പോകും. വന്ന് തരൂരും അൻവറും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായി കഴിഞ്ഞു. അൻവറിന്റെ ഗതികേട് തന്നെ ഒടുക്കം വിശ്വപൗരന് ഉണ്ടാകും. അവസാനം ആ പേര് അറം പറ്റും, ശശി. പിണറായി സത്തിനെതിരെയാണ് തന്റെ മുഖ്യ പോരാട്ടമെന്ന് അൻവർ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്നുവെങ്കിലും നിലമ്പൂരിൽ അൻവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച തോൽവി ആര്യാടൻ ഷൗക്കത്തിൻ്റെതായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഷൗക്കത്ത് ജയിച്ചു കയറിയതോടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്ന് ഉറപ്പിച്ചു പറയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെറും 11% വോട്ട് മാത്രമേ അൻവറിന് നേടുവാൻ കഴിഞ്ഞുള്ളൂ എന്നത് അൻവറിന്റെ ബാർഗൈൻ ശേഷിയെ നശിപ്പിച്ചു കളയുന്നു. PC ജോർജ് പോലും ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച ചരിത്രം ഉള്ളപ്പോൾ വെറും 10% വോട്ട് നേടിയ ഒരു കൃമിയെ എന്തിനു ചുമക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇനി സംഭവിക്കുവാൻ സാധ്യത ഒന്നുകിൽ കുഞ്ഞാപ്പായുടെ കൂടെ ഞമ്മന്റെ ആടെ കൂടെ പോവുക, അല്ലെങ്കിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ കാട്ടുപന്നി വാഴ കുത്തിമറിക്കുന്നേ, മരപ്പട്ടി മച്ചിന്റെ മണ്ടയിൽ കാഷ്ടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അടുത്ത തവണ സ്വതന്ത്രനായി എവിടെയെങ്കിലും അന്നം മുടക്കിയായി നിന്ന് അങ്ങോട്ട് മാന്യമായി തോൽക്കുക. അതോടെ ആശാന്റെ കളിതീരും, കളവും വിടും. ആരെങ്കിലും ഇതിനിടയ്ക്ക് ഈ സാധനത്തിനെ എടുത്ത് വേണ്ടത്തരത്ത് വെച്ചാൽ അവർ പണിയും മേടിച്ചോളൂ. അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ഏറ്റവും അപ്രസക്തമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്. പാർലമെന്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകളാണ് ഏത് പാർട്ടിയുടെയും ജനസമ്മതിയുടെ ഉരകല്ല്. BJP പോലൊരു ദേശീയ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടത്തിൽ അവഗണിച്ചത് അങ്ങേയറ്റത്തെ രാഷ്ട്രീയ മണ്ടത്തരമായിരുന്നില്ലേ? നിത്യവൃത്തിക്ക് പണം കണ്ടെത്തുവാൻ വഴിയില്ലാത്ത പാർട്ടിയായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു നിലപാട് മനസ്സിലാക്കാമായിരുന്നു. ഇതിപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് BJPക്ക് എന്തിനാണൊരു മുട്ടുള്ളത്? പയറ്റിത്തെളിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് സംസ്ഥാനത്ത് അമരത്തില്ലാത്തതിന്റെ പ്രതിസന്ധിയാണ് നിലമ്പൂരിൽ BJP നേരിട്ടത്. എനിക്ക് മുണ്ട് മടക്കി കുത്താനും തെറി പറയാനും അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ BJPക്കാരെ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ പ്രസക്തി ഇവിടെ എന്താണ്? എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചില വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ UDFിലെ യുവനിര ഒരുമയോടെ പണിയെടുത്താൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നിക്കാം. റബ്ബർ സ്റ്റാമ്പ് ചുണ്ണിക്കൂട്ടനെ ഉപയോഗിച്ച് സരിതാ വേണുഗോപാലും ഉസ്മാൻ രമേശും കണ്ണന്തിരുവുമായി ഇറങ്ങിയാൽ തീരാനുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ നിലമ്പൂർ വൈബ് എന്ന യാഥാർത്ഥ്യവും മറക്കരുത്. തനിക്ക് കെസറ കിട്ടില്ലെന്ന് വന്നപ്പോൾ ഉസ്മാൻ രമേശ് ഉമ്മൻചാണ്ടിക്കിട്ട് പണിതതുപോലെ സതീശനിട്ടും പണിതരാം, ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.